ഫ്രണ്ട്സ്, യുമി ആൻഡ് കേരളയുടെ മറ്റൊരു വ്ലോഗിലായിട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാളമീൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോയുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. മീൻ വെട്ടി കഴുകി നുറുക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 കഷ്ണം പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം മുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി നന്നായിട്ട് മൂത്ത് വരണം. ഒരു 7 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചാറൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തട്ട് വെച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
പിന്നെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ ചേർന്നിട്ടുണ്ട്. നല്ല മീനാണ് വാള, നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ്. ഇതിൻ്റെ മുള്ളിന് നല്ല കട്ടിയുണ്ട്, അത് കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കഴിക്കണം. നല്ല കട്ടിയുള്ള മുള്ളാണ് ഇതിൻ്റെ. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ല കുറച്ചും കൂടെ ചാറ് വറ്റിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. ഇതിപ്പോൾ കപ്പയ്ക്കൊക്കെ കഴിക്കാനായ കാരണം ചാറ് വേണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ലേ, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.